ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഒരു നാരങ്ങ മതി കടുത്ത ശത്രുദോഷങ്ങൾ വരെ പെട്ടെന്ന് മാറിക്കിട്ടുമെന്നുള്ളതാണ്. ഇപ്പം ഞാനീ പറയുന്ന ഇത് നിങ്ങൾ മുഴുവൻ കാണാൻ ശ്രമിക്കണം. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു കാര്യം പറയുന്നത് അത് വളരെ സത്യസന്ധമായ കാര്യങ്ങളാണ് പറയുന്നത്. ഈ നാരങ്ങയ്ക്ക് ചില ശക്തിയുണ്ട്. നമ്മൾ ദേവീ ക്ഷേത്രങ്ങളിൽ നാരങ്ങാമാല കൊടുത്താൽ പെട്ടെന്ന് ചില തടസ്സങ്ങൾ മാറിക്കിട്ടും, ശത്രുദോഷങ്ങൾ മാറിക്കിട്ടും. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. അതുപോലെ മുരുകന് നാരങ്ങ സമർപ്പിച്ചാലും അസാധ്യമായ കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും. ഈ നാരങ്ങ കൊണ്ട് ചില 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 രഹസ്യ പ്രയോഗങ്ങളുണ്ട്. അപ്പം ഞാനീ പറയുന്ന നല്ല കാര്യങ്ങളാണ്. ഈ നാരങ്ങ എന്ന് കേൾക്കുമ്പം നിങ്ങൾ നിസ്സാരമായിട്ട് കരുതണ്ട. നാരങ്ങ കൊണ്ട് ഇതുപോലെ ഇപ്പം നിങ്ങൾക്കിത് വീട്ടിൽ ചെയ്യാവുന്ന ഒരു വിദ്യയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് മുഴുവൻ കേൾക്കാൻ ശ്രമിക്കണം. കാരണം പല വീടുകളിലും എപ്പോഴും ബഹളം, എത്ര പൈസ കൊണ്ടുവന്നാൽ ആ വീട്ടിൽ നിലനിൽക്കുന്നില്ല. ഓരോ ദിവസവും സാമ്പത്തിക നില താഴോട്ട് പോകുന്നു. പ്രധാനം എന്ന് വെച്ചാൽ കണ്ണേറെ അല്ലെങ്കിൽ കണ്ണും ദോഷം, ശത്രുദോഷം, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ എത്ര പണം കൊണ്ടുവന്നാലും ദാരിദ്ര്യമായിരിക്കും. ഇത് ചെയ്യാവുന്ന ചില ചെറിയ രീതിയിലുള്ള പ്രയോഗങ്ങളുണ്ട്, നല്ല രീതിയിലുള്ള. അതിലൊന്നാണ് ഈ നാരങ്ങ കൊണ്ടുള്ള പ്രയോഗം. ഇനി ഒരാൾക്കൊരു കടയുണ്ട്, ആ കട കൊണ്ട് അങ്ങോട്ട് ഉയർച്ച ഉണ്ടാകുന്നില്ല, ഈ നാരങ്ങ കൊണ്ടുള്ള പ്രയോഗം ചെയ്താൽ മതി. വീട്ടിൽ ചെയ്യാം, കടയുള്ളവർക്ക് കടയിൽ ചെയ്യാം. വണ്ടി കൊണ്ട് നമ്മുടെ ഒരുപാട് കസ്റ്റമേഴ്സ് വണ്ടി കൊണ്ട് ജീവിക്കുന്നവരുണ്ട്. വണ്ടി ഓടിച്ചല്ലേ സ്വന്തമായിട്ട് വണ്ടികൾ ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ വീഡിയോ കാണുന്നത്. അവർക്കൊക്കെ വാഹനത്തിന് ഓട്ടം കിട്ടാനും എല്ലാം ഈ നാരങ്ങ കൊണ്ടുള്ള പ്രയോഗം പറ്റും. അപ്പോൾ ഇത് വീട്ടിലും ചെയ്യാം. വീട്ടിലെ സാമ്പത്തിക സ്ഥിതി മാറും. നമ്മുടെ ശത്രുദോഷവും കണ്ണേറും ഒക്കെ മാറുമ്പം, കണ്ണും ദോഷവും ഒക്കെ മാറുമ്പം ഈ നമുക്ക് പൈസ വരാൻ തുടങ്ങും. ആ പൈസ നമുക്ക് പ്രയോജനപ്പെടുകയും ചെയ്യും. പിന്നെ ഈ അപകടങ്ങൾ, പ്രതീക്ഷിക്കാതെ ഉണ്ടാകുന്ന അപകടങ്ങൾ ഒരു കുടുംബത്തെ തന്നെ തകർക്കാം. അങ്ങനെയുള്ള അപകടങ്ങൾ മാറാനും ഈ നാരങ്ങ കൊണ്ടുള്ള ഒരു പ്രയോഗമാണ് ഞാൻ പറയുന്നത്. ഇതൊരു രഹസ്യ മന്ത്രം ഇതിനകത്ത് പറയുന്നുണ്ട്. ആ മന്ത്രം ചെറിയ കളിയല്ല, അത് വലിയ കളിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ശക്തിയുള്ളൊരു മന്ത്രമാണ്. ഞാൻ ഈ മന്ത്രത്തിന്റെ പ്രയോഗം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനപ്പെടും. ഇതുപോലെ ആരും നിങ്ങൾക്ക് ഈ മന്ത്രത്തിന്റെ രഹസ്യം ഇന്നേ വരെ പറഞ്ഞു തന്നിട്ടില്ല. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും. അതുകൊണ്ട് ഇത് മുഴുവൻ കാണാൻ നിങ്ങൾ ശ്രമിക്കണം. കാരണം വീഡിയോയിലെല്ലാം വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞ് ഞാൻ ഈ പറഞ്ഞു തന്ന കാര്യം തന്നെ എന്നോട് വാട്സപ്പിൽ പിന്നെ ചോദിക്കരുത് കേട്ടോ. വീഡിയോ ഇടുന്നത് വളരെ വിശദമായിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ട് കൈരേഖയെക്കുറിച്ച്, അത് നിങ്ങളെല്ലാം കാണണം. കണ്ടില്ലേ നഷ്ടം നിങ്ങൾക്ക് തന്നെയാണ്. കാരണം അത് ലോകത്തിൽ ആരും പറഞ്ഞു തരാത്ത ശനിയുടെ ചില രഹസ്യങ്ങളും, ശനിയുടെ ഒരു രഹസ്യ മന്ത്രവും, രേഖയിലെ ചില രഹസ്യങ്ങളും, കുറേ കാര്യങ്ങളുണ്ട് അതിനകത്ത്. പക്ഷെ അത് അധികം ആളുകളിലേക്ക് എത്തിയിട്ടില്ല. പക്ഷെ അതൊന്നും കണ്ടില്ല. നിങ്ങൾ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വീഡിയോകൾ കണ്ടിട്ടില്ലെന്ന് അതിൻ്റെ അർത്ഥം. അതിന് മനസ്സിലായില്ലേ? അതുപോലുള്ള കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊന്നും മിസ് ചെയ്യരുത്. മിസ് ചെയ്താൽ നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം. അത് ഞാൻ അതുകൊണ്ട് ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. ഈ വീഡിയോ ഇടുന്നത് എല്ലാ ദിവസവും വൈകിട്ട് 8-നും 8:30 ഇടയ്ക്ക് ഞാൻ വീഡിയോ ഇടും. ആവശ്യമുള്ളവർ ചാനലിൽ കയറി കാണുക. ഈ പറയുന്ന കാര്യങ്ങൾ പിന്നെ കിട്ടത്തില്ല. എന്നോട് തിരക്കിരിക്കുമോ ചോദിച്ചാൽ എനിക്ക് പറഞ്ഞുതരാനും ചിലപ്പോൾ സാധിച്ചെന്ന് വരത്തില്ല. അതുപോലെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഒരിടത്തും ഒന്നും ഇത് കിട്ടത്തില്ല. ഞാൻ ഈ പറയുന്ന മന്ത്രരഹസ്യങ്ങളും ഒന്നും നിങ്ങൾക്ക് കിട്ടത്തില്ല. എല്ലാം നല്ല കാര്യങ്ങൾ. ആവശ്യമുള്ളവർ അത് പ്രയോജനപ്പെടുത്തിക്കോണം. ഇപ്പം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതുപോലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം ഇന്ന് ഞാൻ വീഡിയോയിലേക്ക് വരികയാണ്. അതിനു മുമ്പ് ഒരു കാര്യം പറയാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യ, ജ്യോതിഷ, ഹസ്തരേഖ, ഗ്രഹനില ഇതൊക്കെയാണ് ചെയ്യുന്നത്. താല്പര്യമുള്ളൊരു വാട്സപ്പ് ഇടുക. ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല, ഒരുപാട് മെസ്സേജാണ് വരുന്നത്. അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് 3 ദിവസമായിട്ട് ഞാൻ എടുത്തില്ലായിരുന്നു. ഇന്നാണ് മെസ്സേജ് എടുത്തു തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് നാളെയും വാട്സപ്പിലെ മെസ്സേജ് എടുത്ത് തീരത്തുള്ളൂ. അപ്പോൾ വാട്സപ്പിൽ പലരും മെസ്സേജ് ചെയ്തിട്ടുണ്ട്, നാളെ കൊണ്ട് എടുത്ത് തീരും. അപ്പോൾ ഞാൻ നാളെ നോക്കിക്കോളാം. പലരും വാട്സപ്പിൽ മെസ്സേജ് എടുക്കാറുണ്ട്, തിരക്കായതുകൊണ്ടാണ്. പിന്നെ നിങ്ങൾക്ക് സംഖ്യ, ജ്യോതിഷ, ഹസ്തരേഖ, ഗ്രഹനില നോക്കാനുണ്ട്, വാട്സപ്പ് ഇടുക. ഞാൻ ഈ പറഞ്ഞ പോലെ ഫ്രീ ആകുമ്പോൾ മെസ്സേജ് ചെയ്യും. ചെയ്യുന്ന രീതി പറയും. നല്ല കാര്യം പറയത്തുള്ളൂ. കേട്ടിട്ട് ആവശ്യമുണ്ട് ചെയ്യുക, അല്ലെ ചെയ്യാതിരിക്കാം. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല. ഞാൻ വീഡിയോയിൽ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ടല്ലോ. പിന്നെയും ചിലർ ഫോൺ വിളിക്കുന്നുണ്ട്. ഞാൻ ചിലപ്പോൾ ഒരാളുടെ ഒരു ജാതകം നോക്കിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും കിണി 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 എന്ന് ഫോൺ അടിക്കുന്നത്. അപ്പം ചിലപ്പം ഇന്നിപ്പോൾ ഞാൻ ഒരാളുടെ ജാതകം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അയാളുടെ 4-ാം ഭാവാധിപൻ 12 നിൽക്കുക. ചെറുപ്പത്തിലെ അമ്മ നഷ്ടപ്പെട്ടു. അമ്മ വേറെ ഒരു രീതിയിൽ പോയതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ജാതകം പരിശോധിച്ചു. അപ്പോൾ അവർക്കൊരു പരിഹാരം, അയാളുടെ ജീവിതത്തിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ പ്രായമുള്ള ഒരു വ്യക്തിയാണ്, ചെറുപ്പത്തിലെ കാര്യമാണ്. അപ്പോൾ അത് ഞാനത് വിശദമായിട്ട് എൻ്റെ അതിലേക്ക് പോയി ഒരു പരിഹാരം കണ്ടെത്തുന്നതിനിടയ്ക്ക് കിണി 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 എന്ന് ഫോൺ അടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അത് ചെയ്യരുത്. ഫോണിൽ ഞാൻ പറയുന്നുണ്ട്, വാട്സപ്പിൽ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇടുക.
ന്യായമായിട്ടുള്ള സത്യസന്ധമായിട്ട് കാര്യമാണെങ്കിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട പറഞ്ഞു തരും. അതിന് ഫീസൊന്നുമില്ല. പിന്നെ നോക്കാനുള്ളവരും വാട്സപ്പ് ഇടുക, ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. അതിന് വാട്സപ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെയും ഈ ഗുരുത്തം കളയരുത്. വിളിക്കരുതെന്ന് പറഞ്ഞാൽ പിന്നെ വിളിക്കരുത് കേട്ടോ. ഗുരുത്തം കളഞ്ഞാൽ തിരിച്ച് കിട്ടത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശല്യപ്പെടുത്തി കഴിയുമ്പോൾ നമ്മുടെ കോൺസെൻട്രേഷനാണ് പോകുന്നത്. പിന്നെ ആ ഒരു മനസ്സ് കോൺസെൻട്രേറ്റ് ആകാൻ എത്ര സമയം എടുക്കുമെന്നറിയോ? നമ്മൾ അവരുടെ ജീവിതത്തിലേക്ക്, അവരുടെ ഗ്രഹനിലയിലേക്ക് അവർക്കൊരു നല്ല കാര്യം പറഞ്ഞു കൊടുക്കുന്നതിന് ആ ഷാർപ്പായിട്ട് മൈൻഡ് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോഴാണ് കിടന്ന് ഇക്കിനി എന്ന് പിന്നെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞിട്ടുണ്ട്, അതിനപ്പുറം ചെയ്യരുത് കേട്ടോ. വാട്സപ്പ് ഇട്ടാൽ മതി. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് വരികയാണ്. ഞാൻ വിശദമായിട്ടെല്ലാം പറഞ്ഞു തരികയാണ്. ഞാനീ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട കാര്യമാണ് കേട്ടോ. അത് ശ്രദ്ധിച്ച് മുഴുവൻ കേൾക്കുക. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം നർപ്പവി. അപ്പോഴേ ഇന്ന് പറയാൻ പോകുന്നത് നാരങ്ങ കൊണ്ടുള്ള ഒരു പ്രയോഗം. ഒരു നാരങ്ങ മതി. ഇത് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞുതരാം. അതായത് രാവിലെ ഉണർന്ന ഉടൻ നിങ്ങൾ കിടക്കപ്പായിൽ നിന്നുള്ള പ്രാർത്ഥന എല്ലാം കഴിഞ്ഞിട്ട് മതി. നിങ്ങളൊരു നാരങ്ങ എടുക്കണം. എന്നിട്ട് വലതു കൈയിൽ പിടിച്ച് നിങ്ങൾക്ക് ഏത് കാര്യമാണോ നടക്കേണ്ടത് ആ കാര്യം മനസ്സിൽ ചിന്തിച്ച് വാ കൊണ്ട് ഈ മന്ത്രം ജപിക്കണം. നാരങ്ങയെ നോക്കരുത്. വലതു കൈ ചുരുട്ടി പിടിച്ചിട്ട് ആ നാരങ്ങയെ നിങ്ങൾ നോക്കാതെ നിങ്ങൾക്ക് എന്ത് കാര്യമാണോ സാധിച്ചു കിട്ടേണ്ടത് ആ കാര്യം മനസ്സിൽ ചിന്തിച്ചിട്ട് ഈ മന്ത്രം വാ കൊണ്ട് ജപിക്കുക. ഹും ഫട്ട് സ്വാഹ. ഇത് ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എഴുതിയിട്ടേക്കാം. ഹും ഫട്ട് സ്വാഹ. നല്ല ഉറപ്പോടുകൂടി ജപിക്കണം. ഹും ഫട്ട് സ്വാഹ ഇങ്ങനെ ജപിച്ചാൽ ഒരു കാര്യമില്ല. മനസ്സിന് നമ്മളൊരു കാര്യം ഉറച്ചു പറയുമ്പോൾ അതിന് വ്യക്തതയുണ്ട്. ഹും ഫട്ട് സ്വാഹ അങ്ങനെ ഒരു ആർജവത്തോടെ ജപിക്കണം. ഹും ഫട്ട് സ്വാഹ ഒരു തവണ ജപിച്ചാൽ മതി. വാ കൊണ്ട് ജപിക്കുക. ജപിച്ച ശേഷം കണ്ണുകൊണ്ട് നോക്കാതെ തന്നെ ഈ നാരങ്ങ ഇതുപോലൊരു ഡപ്പി തുറന്നു വെക്കണം. അതിൻ്റെ അകത്ത് ഇട്ടിട്ട് അടയ്ക്കുക. കണ്ണുകൊണ്ട് നോക്കരുത്. ഇത് രാവിലെ ചെയ്യുക. നിത്യവും രാവിലെ ചെയ്യുക. എന്നിട്ട് ഈ നാരങ്ങ മോശമാകുമ്പോൾ എടുത്ത് കളയുക. എവിടെ വേണേലും കളയാം. എന്നിട്ട് വേറെ നാരങ്ങ വെക്കുക. അത്രയേ ഉള്ളൂ. നാരങ്ങ മോശമായി കഴിഞ്ഞാൽ ചെയ്യരുത്. ആ നാരങ്ങ കളഞ്ഞിട്ട് വേറെ നാരങ്ങ വെക്കുക. ഓരോ കാര്യം ഇങ്ങനെ നമുക്ക് ഒരു കാര്യം മാത്രം ചിന്തിച്ച് ചെയ്യുക. അത് നടന്നു കഴിയുമ്പോൾ വേറൊരു കാര്യം ചിന്തിച്ച് ചെയ്യുക. നിത്യേന രാവിലെ ചെയ്യുക. രഹസ്യമായ ഒരു വിദ്യയാണ്. ഇത് ആരോടും പറഞ്ഞു കൊടുക്കരുത്. ഏത് കാര്യവും നടന്നു കിട്ടും. ചിലപ്പോൾ ഒരു തവണ ചെയ്തപ്പം ഫലം ഉണ്ടാകണമെന്നില്ല. നിത്യവും ചെയ്തു കഴിഞ്ഞാൽ ഈ വിദ്യ വശപ്പെട്ട് കഴിഞ്ഞാൽ ഏത് കാര്യവും നമുക്ക് ന്യായമായിട്ട് കിട്ടേണ്ട കാര്യം നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ലോണിന്റെ തടസ്സം അല്ലെ ഒരാള് നമുക്കൊന്ന് അനുകൂലമാക്കണം, വശപ്പെടുത്തണം, നല്ല കാര്യത്തിന് വേണ്ടി നമുക്കൊരു തടസ്സമുള്ള കാര്യം നടന്നു കിട്ടണം. ഏത് കാര്യത്തിന് വേണ്ടി ചെയ്യാം. അത് നമ്മൾ ആ ചെയ്യുന്നത് ആത്മാർത്ഥമായിട്ട് ചെയ്യണം. ഈ ഹും ഫട്ട് സ്വാഹ എന്ന മന്ത്രത്തിനകത്ത് ചില രഹസ്യമുണ്ട്. അത് നിങ്ങൾക്ക് ആരും പറഞ്ഞു തരത്തില്ല. ഞാനിവിടെ പറയുകയാണ്. ഹും ഫട്ട് സ്വാഹ. ഹും എന്ന് പറയുന്നതിനകത്ത് ശിവന്റെ ശക്തിയുണ്ട്, കാളിയുടെ ശക്തിയുണ്ട്, അഗ്നിയുടെ ഊർജമുണ്ട്. 3 ശക്തികൾ ചേർന്നാണ് ഹും എന്ന മന്ത്രബീജം. അപ്പൊ ഈ ഹും എന്നുള്ള മന്ത്രബീജത്തിന് നമുക്ക് ചുറ്റുമുള്ള നമുക്കെതിരെ വരുന്ന നെഗറ്റീവുകളെ ഇല്ലാതാക്കാനുള്ള ശക്തിയുണ്ട്. നെഗറ്റീവായിട്ടുള്ള ഏത് തരത്തിലുള്ള ഊർജത്തെയും ഇല്ലാതാക്കാനുള്ള ശക്തിയുണ്ട്. നമുക്കെതിരെ വരുന്ന ശത്രുദോഷങ്ങൾ, നമുക്കെതിരെ വരുന്ന കണ്ണേറ്, ശാപദോഷങ്ങൾ, ഏത് ദോഷങ്ങളെയും ഇല്ലാതാക്കാൻ ഈ ഹും എന്ന മന്ത്രബീജത്തിന് ശക്തിയുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപാരമായ ശക്തിയാണ്. നമുക്ക് ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ ചില ദുരാത്മാക്കൾക്ക് നമ്മളെ സ്വാധീനിക്കാൻ പറ്റും. നമുക്ക് അവരെ ഒന്നും കാണാൻ പറ്റത്തില്ല. നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുക. ഈ പെടുമരണങ്ങൾ ഉണ്ടായ പ്രേതങ്ങൾ ഇപ്പം കുളത്തിൽ വീണോ അല്ലെ ട്രെയിൻ ചാടിയൊക്കെ മരിച്ചോ ദുരാത്മാക്കൾ ചിലപ്പം ചില ആളുകളെ സ്വാധീനിക്കാൻ പറ്റും. നമുക്ക് അവരെ കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല. ഒരു നെഗറ്റീവ് എനർജിയും നമ്മുടെ നേരെ വരത്തില്ല. ഹും ഫട്ട് സ്വാഹ ജപിച്ചാൽ മതി. മനസ്സിലായില്ലേ? അപ്പോൾ ഹും എന്നുള്ളത് ശിവനും കാളിയും അഗ്നിയുടെ ഊർജമാണ്. നെഗറ്റീവ് എനർജികളെ എല്ലാം ഇല്ലാതാക്കും. എല്ലാ തടസ്സങ്ങളെ മാറ്റും. എല്ലാ പ്രതിസന്ധികളെ മാറ്റും. ആരെയും നമുക്ക് അനുകൂലമാക്കി മാറ്റും. അപ്പം അങ്ങനെയുള്ള ഒരു ബീജമാണ് ഹും എന്ന് പറയുന്നത്. ചില വീടുകളിൽ ചില ദുരാത്മാക്കൾ, ചില പെടുമരണങ്ങൾ നടന്ന വീടുകൾ കാണും. നമ്മൾ ചിലപ്പം ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മളെ ചില നെഗറ്റീവ് എനർജി നമ്മുടെ കൂടാം. ഇതൊന്നും നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട് ഊർജ രൂപത്തിൽ.
നമുക്ക് പലതും കാണാൻ പറ്റും. പക്ഷെ നമ്മൾ ഇപ്പം കാറ്റാണെങ്കിൽ പോലും നമ്മൾ അനുഭവിക്കുന്നുണ്ട്. കാറ്റിനെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല. പക്ഷെ കാറ്റില്ലെന്ന് പറയാൻ പറ്റുമോ? ഉണ്ട്. നമ്മുടെ കണ്ണിനും നമ്മളുടെ ചെവിക്കും എല്ലാം പരിമിതിയുണ്ട്. ഇപ്പൊ ചെറിയ ഇങ്ങനെ വെക്കുന്ന ഒരു ശബ്ദം കേൾക്കാൻ പറ്റത്തില്ല, ചെവിയുടെ അടുത്ത് വെച്ച് കേൾക്കാൻ പറ്റും. അപ്പം എന്ന് വെച്ച് ഇങ്ങനെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അത് ഇല്ലെന്നാണോ, ശബ്ദം ഇല്ലെന്നാണോ അർത്ഥം? നമ്മുടെ ചെവിക്ക് കേൾവിക്ക് പരിമിതിയുണ്ട്, കാഴ്ചയ്ക്ക് പരിമിതിയുണ്ട്, ബുദ്ധിക്ക് പരിമിതിയുണ്ട്. അതാണ് കോഗ്നേറ്റീവ് എറർ എന്ന് പറയും. നമ്മൾ എത്ര ശ്രദ്ധിച്ചൊരു കാര്യം ചെയ്താലും അതിൽ മിസ്റ്റേക്കുകൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. എല്ലാത്തിനും പരിമിതിയുണ്ട്, നമ്മുടെ എല്ലാത്തിനും. ആ പരിമിതികൾക്ക് അപ്പുറത്ത് ഈ പ്രപഞ്ചത്തിൽ പലതും ഉണ്ട്. ഇപ്പൊ നമ്മൾ വെള്ളത്തിൽ കൂടെ പോകുന്ന ഒരു മീനെ നോക്കുമ്പോഴാണെങ്കിലും കറക്റ്റ് പൊസിഷനിൽ അല്ല കണ്ണുകൊണ്ട് നോക്കുമ്പോൾ കാണുന്നത്. അതാ വെള്ളത്തിലേക്ക് നമ്മുടെ ദൃഷ്ടി ചെല്ലുമ്പോൾ അവിടെ ഒരു അപവർത്തനം സംഭവിക്കുന്നുണ്ട്. ഇതുപോലെ പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നത് ശരിയായിട്ടായിരിക്കണമെന്നില്ല. പ്രപഞ്ചത്തിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പം ഞാനീ പറയുന്നത് പ്രപഞ്ചത്തിലെ നെഗറ്റീവായിട്ടുള്ള നമുക്കെതിരെ വരുന്ന എനർജികളെ കുറിച്ചാണ്. അപ്പോൾ ഒരു വീട്ടിൽ എന്നും കലഹമാണ് ദിവസവും. പക്ഷെ നമുക്കതിന് കാരണം മനസ്സിലാകുന്നില്ല. ചിലപ്പോൾ അവിടെ ഏതെങ്കിലും നെഗറ്റീവ് എനർജിയുടെ സ്വാധീനം കാണും. മനസ്സിലായില്ലേ? അപ്പം ഈ ഒരു മന്ത്രം എല്ലാത്തിനും നല്ലതാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും പുറകെ പോകരുത്. ഞാൻ എല്ലാം നല്ല കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ നല്ല പ്രാർത്ഥനകൾ ചെയ്താൽ മതി, അതാദ്യം മനസ്സിലാക്കുക. അപ്പം ഹും ഫട്ട് 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആയുധത്തെ പോലെ പ്രവർത്തിക്കുന്നതാണ്. അതായത് നെഗറ്റീവ് എനർജികളെ ഇല്ലാതാക്കുന്ന ഒരു ആയുധത്തെ പോലാണ് ഫട്ട് പ്രവർത്തിക്കുന്നത്. സ്വാഹ എന്ന് വെച്ചാൽ സമർപ്പിക്കുക എന്നുള്ളൂ. ഹും ഫട്ട് സ്വാഹ, ഈ മന്ത്രം ഇതിന് അപാരമായ ശക്തിയുണ്ട്. അപ്പം ഈ മന്ത്രം നിങ്ങൾക്കിനി വേറൊരു രീതിയിലും പ്രയോഗിക്കാം. നിങ്ങൾ ഈ മന്ത്രം ഇടയ്ക്കിടയ്ക്ക് മനസ്സിൽ ജപിക്കണം, ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ. എന്ന് വെച്ചാൽ ജോലിക്കടയിലോ അല്ലെങ്കിൽ ഒരു റോഡിൽ കൂടെ അടക്കുമ്പോഴോ വണ്ടി ഇരിക്കുമ്പോഴോ ഒന്നുമല്ല, ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ, നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ, സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ ഈ ഹും ഫട്ട് സ്വാഹ എന്നുള്ള മന്ത്രം ഇടയ്ക്കിടയ്ക്ക് മനസ്സിൽ ജപിക്കണം. ഈ മന്ത്രം നിങ്ങൾക്ക് വശപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ടൊന്നുമല്ല, പല ദിവസമാകുമ്പോൾ അത് വശപ്പെടും. നിങ്ങൾ ഏത് വ്യക്തിയെയും നിങ്ങൾക്ക് അനുകൂലമാക്കാൻ പറ്റും, ഏത് കാര്യങ്ങളെയും നിങ്ങൾക്ക് അനുകൂലമാക്കി എടുക്കാൻ പറ്റും. ഒരു കേസിൻ്റെ കാര്യമായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ലോണിൻ്റെ കാര്യമായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ജോലിയുടെ പ്രമോഷൻ്റെ കാര്യമായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഫയൽ, നിങ്ങളുടെ ഫയൽ മാത്രം നീങ്ങുന്നില്ല, നീക്കാൻ പറ്റും. ഈ മന്ത്രം എന്ന് പറഞ്ഞാൽ അത്ര, ഹൂം ഫട്ട് സ്വാഹ എന്നുള്ള മന്ത്രത്തിന് നിങ്ങൾ ഏത് കാര്യം ചിന്തിച്ച് ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് വിശ്വാസത്തോടെ ചെയ്തോ അത് ഫലം ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള അപാരമായ ശക്തിയുള്ള ഒരു മന്ത്രമാണ് ഹും ഫട്ട് സ്വാഹ. നിങ്ങൾക്ക് ഇതുവരെ ഇതുപോലെ ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? പലയിടത്തും നമ്മൾ മന്ത്രത്തിനകത്തൊക്കെ ഇങ്ങനെ കേൾക്കാം ഈ ഹും ഫട്ട് സ്വാഹ എന്നൊക്കെ ജപിക്കുന്നത്. പക്ഷെ ഇതിൻ്റെ ശക്തിയെക്കുറിച്ച് അറിയാവോ? ഇത് ചില മന്ത്രങ്ങൾ അവസാനമായിരിക്കും വരുന്നത്. പക്ഷെ ഞാനിത് ഈ മന്ത്രം ഈ ഭാഗം മാത്രമാണ് പറഞ്ഞു തരുന്നത്. ഹും ഫട്ട് സ്വാഹ അതിനെക്കുറിച്ച് മാത്രമേ പറഞ്ഞു തരുന്നുള്ളൂ. ഇത് പലപ്പോഴും പല മന്ത്രങ്ങളിലെ അവസാനമായിട്ടാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. ഇവിടെ അവസാനമൊന്നുമില്ല. ഈ മന്ത്രത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞത്, ഈ ബീജത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അത്രയും ജപിച്ചാൽ മതി. ഇതാ ഞാൻ പറഞ്ഞു തരുന്ന ഈ കാര്യങ്ങൾ, ഇതിൻ്റെ ആ രഹസ്യങ്ങളെ ലോകത്തിലൊരാളും നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഞാനീ പറഞ്ഞ എൻ്റെ കഴിവോ അറിവോ ഒന്നുമല്ല, അത് പരമേശ്വരൻ തരുന്ന ജ്ഞാനമാണ്, വേറൊന്നുമല്ല. പിന്നെ ഞാൻ ആത്മീയമായ വഴി സഞ്ചരിക്കുന്ന ഒരാളാണ്. എൻ്റെ വളരെ ചെറുപ്പത്തിലെ ക്രിയാകുണ്ടലിനി പ്രാണായാമം ഗുരുവിൽ നിന്ന് സ്വീകരിച്ചു. പിന്നെ പല ശിവവിദ്യകളെ, പല ഭദ്രകാളി വിദ്യകളെ, ഇതൊക്കെ സത്യസന്ധമായ ആ ഒരു വിദ്യകൾ ചെയ്യുന്ന ഒരാളാണ്. സത്യത്തെ മുറുകെ പിടിക്കുന്ന ഒരാളാണ് ഞാൻ. ഇന്നേ വരെ എൻ്റെ വീഡിയോയിൽ എൻ്റെ അടുത്ത് നിങ്ങൾ വാ, അല്ലെ എന്നെ എപ്പോഴും വന്ന് കണ്ടുകൊണ്ടിരിക്കുക എന്നൊന്നും ഞാൻ പറയാറില്ല. അതുപോലെ ഒരാളോട് ഞാൻ ആവശ്യമില്ലാതെ അതെ ഇതേന്നൊക്കെ പറഞ്ഞു ഒരു രൂപ പോലും മേടിക്കാറുമില്ല. നിങ്ങൾക്ക് വീഡിയോ പറയും, ആവശ്യമുള്ളത് ചെയ്യുക. പിന്നെ അത്യാവശ്യ കാര്യം ചോദിച്ചാൽ ഫ്രീ ആയിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് വിശകലനം ചെയ്യാനുള്ളവർക്ക് മാത്രം അതിനൊരു നിശ്ചിത ഫീസ് വാങ്ങും. അതിൽ കൂടുതൽ ഒരു രൂപ പോലും ഇട്ടാൽ അത് വാങ്ങത്തുമില്ല. ചിലർ ചിലപ്പം കൂടുതൽ തരാറുണ്ട്, ഞാൻ പറയാൻ്റെ ആവശ്യമില്ല. അങ്ങനെ നമ്മളൊരു സത്യസന്ധമായിട്ടാണ് ഒരു കാര്യം ചെയ്യുന്നത്. ആ സത്യം എന്ന് പറയുന്നതാണ് ഈശ്വരൻ. നല്ല കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ. ഒരുത്തിനെ വട്ടം കറക്കുന്ന കാര്യമോ ഒരുത്തിനായിട്ട് പേടിപ്പിക്കുന്ന കാര്യമോ സത്യമില്ലാത്ത കാര്യമോ ഒന്നും ഞാൻ പറയാറില്ല. ഈശ്വരനെ നിലനിർത്തിയുള്ള കാര്യങ്ങൾ ഇതെല്ലാം പറഞ്ഞു തരുന്നത്. അപ്പം ഈ പിന്നെ നാരങ്ങയ്ക്കും ചില ഇതുണ്ട്. അതായത് ദേവീ ക്ഷേത്രത്തിൽ നാരങ്ങാമാല വെള്ളിയാഴ്ച സമർപ്പിച്ചാൽ പെട്ടെന്ന് തടസ്സങ്ങൾ മാറിക്കിട്ടും. ഇനി വെള്ളിയാഴ്ച കുളിച്ചീറനോടെ നാരങ്ങ നേർന്നിട്ട് വേറൊരു വെള്ളിയാഴ്ച നാരങ്ങ സമർപ്പിച്ചാലും തടസ്സങ്ങൾ മാറിക്കിട്ടും. പായിപ്പാട് പുത്തൻകാവിലമ്മയ്ക്ക് ഞാൻ ഒരിക്കൽ എനിക്കൊരു വലിയ പ്രശ്നത്തിൽ പെട്ടപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു
ഒരു മാനസികമായിട്ട് എന്നെ അലട്ടുന്ന ഒരു കാര്യം. ഞാൻ പായിപ്പാട് പുത്തൻകാവിലമ്മയ്ക്ക് അന്നത്തെ ഒരു സാഹചര്യം വെച്ച് ഒരു ടോയ്ലറ്റ് കയറി എന്നായിരുന്നു. ഞാനൊരു ആശുപത്രി കിടക്കുന്ന സമയമാണ്. അപ്പോൾ എനിക്ക് കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആശുപത്രിയിൽ ടോയ്ലറ്റ് കയറിയെന്ന് ഞാൻ അമ്മയ്ക്ക് നാരങ്ങാമാല നേർന്നു. ആ കാര്യം പിറ്റേ ദിവസം ഉച്ചയായപ്പോൾ എനിക്ക് നടന്നു കിട്ടി. പായിപ്പാട് പുത്തൻകാവിലമ്മയ്ക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ചിലപ്പം ചിലരൊക്കെ വിചാരിക്കും ടോയ്ലറ്റ് നേരാവോ. വിശ്വാസം ഉണ്ടെങ്കിൽ എവിടെ നിന്ന് വേണമെങ്കിലും നേർന്നു കഴിഞ്ഞാൽ ഫലമുണ്ടാവും. അത് എല്ലാവർക്കും അറിയാം, എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം. പിന്നെ നമ്മളൊരു കക്കൂസ് ടോയ്ലറ്റ് ഒക്കെ കയറുമ്പോൾ ഇടതുകാലം വെച്ച് കയറണം, അവിടെ വലതുകാലം വെച്ച് ഇറങ്ങണം. അവിടുത്തെ നെഗറ്റീവ് എനർജി ബാധിക്കത്തില്ല. ഇനി ടോയ്ലറ്റ് പോട്ടെ, അത് നിങ്ങൾക്ക് അത് വേണമെന്നില്ല. കുളിമുറി എന്ന് നിങ്ങൾക്ക് നേരാം കേട്ടോ. നാരങ്ങാമാല നേർന്നാൽ തടസ്സങ്ങൾ മാറിക്കിട്ടാൻ ഏറ്റവും നല്ലതാണ്. അതുപോലെ മുരുകൻ 21 നാരങ്ങ ഒരു പ്ലേറ്റിൽ വൈകുന്ന പാട് നടക്കി വെച്ചാൽ സാമ്പത്തികമായ പ്രശ്നങ്ങൾ മാറിക്കിട്ടാൻ നല്ലതാണ്. വെച്ചെന്ന് പറഞ്ഞൊരു കാര്യമില്ല, നമ്മുടെ മനസ്സ് അവിടെ ചെല്ലണം, മുരുകനുള്ള വിശ്വാസം കൊണ്ട് അവിടെ ചെല്ലണം എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ നാരങ്ങ കൊണ്ട് കുറേ പ്രയോഗങ്ങളുണ്ട്. നാരങ്ങ ഏറ്റവും കൂടുതൽ ശത്രുദോഷങ്ങളെ മാറ്റാൻ ഏറ്റവും നല്ലതാണ്. പണ്ട് ഒരാൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു അയാൾക്ക് ന്യായമായിട്ട് കിട്ടേണ്ട വഴിയാണ്. വഴി എന്ന് പറഞ്ഞാൽ അങ്ങനല്ല പറഞ്ഞത്. അയാളുടെ ഒരു വണ്ടിയുണ്ട്, അത് കയറ്റിക്കൊണ്ട് പോകാൻ ഈ അപ്പുറത്തുകാർ വഴി അടച്ചിരിക്കുകയാണ്. അങ്ങനെ കേട്ടാ പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞ ഒരു നാരങ്ങ എടുക്കുക, കൈ പിടിക്കുക, ഈ കാര്യം ചിന്തിക്കുക. ചെന്ന് ചോദിക്കുമ്പോൾ ഇയാൾ അത് സമ്മതിക്കണം, അതുവഴി വണ്ടി കയറ്റിക്കൊണ്ട് പോകാൻ. അങ്ങനെ വിചാരിച്ചിട്ട് ഹും ഫട്ട് സ്വാഹ എന്ന് പറഞ്ഞിട്ട് നാരങ്ങ എവിടെങ്കിലും കളയുക, കണ്ണുകൊണ്ട് നോക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം ചെന്ന് വഴി ചോദിച്ചു, വഴി കൊടുത്തു, വണ്ടി കയറിപ്പോകാനുള്ള സൗകര്യം കൊടുത്തു. അതുവരെ സമ്മതിക്കാത്തതാണ്, അതുവരെ സമ്മതിക്കാത്ത ആൾ സമ്മതിച്ചു. ഈ നാരങ്ങ കൊണ്ടുള്ള ഇത് അനുഭവമുള്ള കാര്യമാണ് പലപ്പോഴും. അത് വിശ്വാസത്തോടെ ചെയ്യണമെന്ന് മാത്രം. നമ്മുടെ വിശ്വാസം കൂടെ ചെല്ലുമ്പോഴാണ് അത് ഫലം ഉണ്ടാകുന്നത്. അതിപ്പോൾ ഏതും അങ്ങനെയാണല്ലോ. ഒരു തൊഴിൽ ചെയ്താലും വിശ്വാസമില്ലേ അത് പരാജയമായിരിക്കുള്ളൂ. നമ്മളൊരു വണ്ടി ഓടിച്ചാലും വിശ്വാസമില്ലേ അത് എവിടെയെങ്കിലും ചെന്നിടിക്കും. ഒരു കുടുംബം പുലർത്തിയാലും അവിടെ ഒരു വിശ്വാസമില്ല, ആ കുടുംബം നശിച്ചു പോകും അല്ലേ. വിശ്വാസം എല്ലാ കാര്യത്തിനും വേണം. പിന്നെ പ്രാർത്ഥനയുടെ കാര്യം പറയണ്ടല്ലോ. വിശ്വാസത്തോട് പ്രാർത്ഥിച്ചാലേ ഫലം ഉണ്ടാകത്തുള്ളൂ. നമുക്ക് തന്നെ സംശയമാണ് ശരിയാകുമെന്ന് വിചാരിച്ചാൽ വെറുതെ സമയം കളയാന്നുള്ളൂ. എന്ത് പ്രാർത്ഥന ചെയ്താലും അത് ഫലം ഉണ്ടാകണമെന്നില്ല. പലപ്പോഴും ഏത് പ്രാർത്ഥനയും ഫലം ഉണ്ടാകാത്തതിൻ്റെ കാര്യം ഫലം കിട്ടുമെന്നതിനേക്കാൾ കൂടുതൽ കിട്ടത്തില്ല എന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഫലം കിട്ടാത്തത്. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഫലം കിട്ടുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്നവർക്ക് ഫലം കിട്ടുകയും ചെയ്യും, അതിൻ്റെ സംശയമൊന്നുമില്ല. മനസ്സിലാകുന്നുണ്ട്. ആ വിശ്വാസം വിശ്വാസം എന്താണോ അത് നടക്കുന്നുണ്ട്. പല ആളുകളും വഴിപാട് പറയുമ്പോഴും മനസ്സിൽ അത് നടക്കത്തില്ല എന്നാണ് കൂടുതൽ വിശ്വസിക്കുന്നത്. നടക്കും എന്നതിനേക്കാൾ അതുകൊണ്ടാണ് നടക്കാത്തത്. നടക്കും എന്നുള്ളത് കൂടുതൽ വിശ്വസിച്ചാൽ മതി, നടക്കും. സംശയമില്ലാതെ വിശ്വസിക്കണം. നീ വരുന്ന ജൂലൈ 29 ഒരു വളരെ പ്രധാനമായ ഒരു ദിവസമാണ്. ജൂലൈ 29, 2026. ഈ ജൂലൈ 29 ഗുരുക്കന്മാർ അനുഗ്രഹം കിട്ടാൻ ഏറ്റവും നല്ലൊരു ദിവസമാണ്. അന്നേ ദിവസം നിങ്ങളെ പറ്റുവാണെങ്കിൽ ഗുരുക്കന്മാരുടെ സമാധി പോവുക. ഗുരുക്കന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനുവനായിട്ടുള്ള ഗുരുക്കന്മാരായിരിക്കണം, മനസ്സിലായില്ലേ? സമാധിയായ സത്യഗുരുക്കന്മാർ. അങ്ങനെയുള്ള ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ശിവപ്രഭാര സുദ്യോഗി ആയിക്കോട്ടെ, പിന്നെ പൂന്തുറ തക്കലസ്വാമി ആയിക്കോട്ടെ, ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദർ ആയിക്കോട്ടെ, ഷിർദിബാബ ആയിക്കോട്ടെ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് ഷിർദിബാബയുടെ കാര്യം, പക്ഷെ നാക്ക സായിബാബ എന്നാണ് വരുന്നത്. ഞാൻ സായിബാബയല്ല ഉദ്ദേശിക്കുന്നത്. സായിബാബ ഒരിക്കലും ഞാൻ ഉദ്ദേശിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഷിർദിബാബ, പക്ഷെ നാക്ക ചിലപ്പം വരുന്നത് സായിബാബയാണ് കേട്ടോ, ഷിർദിബാബ. അങ്ങനെ ഏത് ഗുരുക്കന്മാരുടെ സമാധി ആയിക്കോട്ടെ, നിങ്ങൾ അവിടെ പോയി ഈ വരുന്ന ജൂലൈ 29 പോകാൻ പറ്റുന്നവർ അവിടെ പോയി അല്പനേരം ധ്യാനിക്കുക, ഗുരുചരണം ശരണം പറയുക. നിങ്ങളുടെ ഒരു ആവശ്യം അങ്ങോട്ട് പറയണ്ട, ഗുരുചരണ ശരണം പറഞ്ഞ് ധ്യാനിച്ചിരിക്കുക. ഒരു കൂട് മണമുള്ള സാമ്പ്രാണി, ഒരു ചെറിയ കുപ്പി നെയ്യ്, അല്പം കർപ്പൂരം, ഒരു ദക്ഷിണ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകും. പിന്നെ ഇനി ഈ ഗുരുക്കന്മാരുടെ സമാധി പോകാൻ പറ്റാത്തവർ രാവിലെ കുളി കഴിഞ്ഞ് തല തോർത്തി കഴിഞ്ഞ് വടക്കോട്ട് തിരിഞ്ഞു നിന്ന് ഗുരുചരണം ശരണം, ഗുരുകടാക്ഷം പരിപൂർണം, ഇത് 3 തവണ പറയുക. എന്നിട്ട് ഈശ്വരനെ ഗുരുവായി സങ്കല്പിച്ച്, ഗുരുവേ നയിക്കണേ, സഹായിക്കണേ, എല്ലാ പാദങ്ങളെയും സമർപ്പിക്കുന്നു എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക. ഗുരുചരണം ശരണം, ഗുരുകടാക്ഷം പരിപൂർണം, ഇത് വാഗൊണ്ട് വേണം പറയാം, 3 തവണ വീതം.
ഗുരുചരണം ശരണം എന്ന് 3 തവണ പറയണം. ഗുരുചരണം ശരണം, ഗുരുചരണം ശരണം, ഗുരുചരണം ശരണം. അതിനുശേഷം ഗുരു കടാക്ഷം പരിപൂർണം, ഗുരു കടാക്ഷം പരിപൂർണം, ഗുരു കടാക്ഷം പരിപൂർണം. എന്നിട്ട് ഈശ്വരനെ ഗുരുവായി സങ്കല്പിച്ചു. ഗുരുവേ, എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണേ, എൻ്റെ കർമ്മഫലങ്ങളെ മാറ്റിത്തരണേ, എനിക്ക് സത്യമായ ജ്ഞാനം, അവിടുത്തെ സഹായം, എല്ലാ കാര്യങ്ങളും അവിടുത്തെ സഹായം ഉണ്ടാകണേ, എനിക്ക് ജീവിക്കാൻ ആവശ്യമായ സമ്പത്തും ഐശ്വര്യം എല്ലാം നൽകണേ ഗുരുവേ എന്ന് പ്രാർത്ഥിക്കുക. അത് ഫലമാകും. അത് ഈ ജൂലൈ 29 രാവിലെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ കുളിമുറിയിലോട്ട് കയറുമ്പോൾ ഇടതുകാല് വെച്ച് കയറണം, ഇറങ്ങുമ്പോൾ വലതുകാല് വെച്ച് ഇറങ്ങണം. അവിടുത്തെ നെഗറ്റീവ് ബാധിക്കാതിരിക്കാൻ വേണ്ടിയാണ്. കുളിമുറി എന്ന് കുളി കഴിഞ്ഞ് തല തോർത്തി എല്ലാം കഴിഞ്ഞ് വസ്ത്രം എടുത്തുകൊണ്ട് വടക്കോട്ട് തിരിഞ്ഞു നിന്ന് ചെയ്താൽ മതി. പിന്നെ ജൂലൈ 29 സദാശിവ സമാരംഭ ശങ്കരാചാര്യ മധ്യമ അസ്മദാചാര്യ പര്യന്ത വന്ദേം ഗുരുപരമ്പര. ഇങ്ങനെ ഈ ശ്ലോകം ജപിക്കാം. ശങ്കരാചാര്യയിൽ നിന്ന് സദാശിവ സമാരംഭ, അങ്ങനെയാണ് തുടങ്ങുന്നത്. ഒന്നുകൂടെ ജപിക്കാം. സദാശിവ സമാരംഭ ശങ്കരാചാര്യ മധ്യമ അസ്മദാചാര്യ പര്യന്ത വന്ദേം ഗുരുപരമ്പര. സദാശിവനിൽ നിന്ന് ആരംഭിച്ച് ശങ്കരാചാര്യനിലൂടെ ഇപ്പോഴുള്ള ആചാര്യം വരെ എത്തി നിൽക്കുന്ന ആ ഗുരുപരമ്പരയെ ഞാൻ പ്രണമിക്കുന്നു. സദാശിവ സമാരംഭ ശങ്കരാചാര്യ മധ്യമ അസ്മദാചാര്യ പര്യന്ത വന്ദേം ഗുരുപരമ്പര. ഇത് ജൂലൈ 29 ജപിച്ചാൽ പ്രത്യേക ഫലമാണ്. പിന്നെ വേദവ്യാസനെ മനസ്സിൽ സങ്കല്പിച്ച് ഗുരുചരണം ശരണമെന്ന് ജപിക്കാം. അതുപോലെ ദക്ഷിണാമൂർത്തിയെ മനസ്സിൽ സങ്കല്പിച്ചു ഗുരുചരണം ശരണമെന്ന് ജപിക്കുക. ഓം അഗതീശായ നമ ജപിക്കുക. പിന്നെ ഗുരുക്കന്മാരുടെ ഗുരു, പരമഗുരുവും പരമേശ്വരനുമായ മുരുകനെ മനസ്സിൽ സങ്കല്പിച്ച് ഓം ശരവണ ഭവ ജപിക്കുക. ദക്ഷിണാമൂർത്തി എന്ന് പറഞ്ഞാൽ ശിവൻ തന്നെ കേട്ടോ. ദക്ഷിണാമൂർത്തിയെ, പരമേശ്വരിയെ, പാർവദേവിയെ മനസ്സിൽ സങ്കല്പിച്ച് ഗുരുചരണം ശരണം ജപിക്കാം. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അത് വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നതാണ്. പിന്നെ അന്നേ ദിവസം നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഗുരുക്കന്മാരുമായി ബന്ധപ്പെട്ട ചില രഹസ്യങ്ങളുണ്ട്. അതായത് നിങ്ങൾക്ക് ഗുരുവിൻ്റെ അനുഗ്രഹം കിട്ടണമെങ്കിലും നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് നല്ല അറിവുകൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. ഒരിക്കലും മനസ്സിൽ അഹംഭാവം പാടില്ല. ഞാൻ വലിയ ആളാണ്, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം, ഞാൻ എന്നൊരു അഹംഭാവം പാടില്ല. നിങ്ങൾക്ക് അറിയാവുന്ന നല്ല കാര്യങ്ങൾ സന്തോഷത്തോടെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. പെട്ടെന്ന് ഗുരുവിൻ്റെ അനുഗ്രഹം കിട്ടും. ഗുരുവാണ് ഈശ്വരൻ, ഗുരു തന്നെയാണ് എല്ലാം. അപ്പോൾ ആ ഗുരുവിൻ്റെ അനുഗ്രഹം കിട്ടാൻ പിന്നെ ദാനധർമ്മങ്ങൾ ചെയ്യുക, ഗുരുവിൻ്റെ അനുഗ്രഹം കിട്ടും. ഇപ്പം ജൂലൈ 29 പറ്റുന്ന ദാനധർമ്മങ്ങൾ ചെയ്യുക, നല്ലതാണ്. നിങ്ങൾ ശിവക്ഷേത്രത്തിൽ പോയി രാവിലെ 2 പഴുത്ത കദളിപ്പഴം സാധാരണ ഒരു അർച്ചനയും കൂടെ കൂട്ടിപ്പിടിച്ച് ഭഗവാനെ മനസ്സിൽ സങ്കല്പിച്ച് ഗുരുചരണം ശരണമെന്ന് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം മാറ്റിത്തരണമെന്ന് പറഞ്ഞ് അടക്കി വെക്കുക. ഫലം അച്ചട്ട. നന്നായിട്ട് പഴുത്ത കദളിപ്പഴം ആയിരിക്കണം. തലേദിവസം പച്ചമരുന്ന് കടയിൽ നിന്ന് വാങ്ങിച്ചു വെക്കണം. നമ്മൾ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കണം. അത് ഈ ജൂലൈ 29 രാവിലെ ശിവക്ഷേത്രത്തിൽ പോയി 2 പഴുത്ത കദളിപ്പഴവും സാധാരണ ഒരു അർച്ചനയും കൂടെ കൂട്ടിപ്പിടിച്ച് ഭഗവാനെയും അമ്മയും മനസ്സിൽ സങ്കല്പിച്ച് ഗുരുചരണം ശരണമെന്ന് ജപിച്ച് നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രശ്നങ്ങളും പറഞ്ഞ് അതവിടെ സമർപ്പിക്കുന്നു. ബാക്കിയെല്ലാം ഭഗവാന്റെ ഇഷ്ടമെന്ന് പറയുക, നടക്കി വെക്കുക. ഇത് ചെയ്താൽ ഫലം അത് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാണ്. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാവും. കാരണം ഭഗവാനെ കദളിപ്പഴം വെച്ച് കഴിഞ്ഞാലും വളരെ ജ്ഞാനം നമുക്ക് കിട്ടും, നമുക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ വരും. ഞാൻ പലപ്പോഴും ഈ പല പരീക്ഷകളിൽ ഏർപ്പെടുന്ന കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. അവർക്കൊക്കെ നല്ല ഉന്നത വിജയങ്ങളും ഉണ്ടാകാറുണ്ട്. ഇത് മാത്രമല്ല, നമ്മുടെ എല്ലാ ദുരിതങ്ങളെ മാറ്റാനും ഭഗവാന് സാധിക്കും എന്നുള്ളതാണ്. കദളിപ്പഴം ഭഗവാന് വളരെ പ്രിയങ്കരമാണ്. ശിവന് പാൽപ്പായസം വളരെ ഇഷ്ടമാണ്. കദളിപ്പഴം വളരെ ഇഷ്ടമാണ്. അതുപോലെ ജലധാര വളരെ ഇഷ്ടമാണ്. ഭസ്മം വളരെ ഇഷ്ടമാണ്. നെയ്യഭിഷേകം വളരെ ഇഷ്ടമാണ്. ഭഗവാന് കൂവളത്തില അർച്ചന, കൂവളത്തുമാല ഒക്കെ ഏറ്റവും പ്രിയങ്കരമാണ്. അങ്ങനെ ഭഗവാന് ചില ഇഷ്ടങ്ങളുണ്ട്. അത് നെയ്യ് സമർപ്പിക്കുന്ന ഭഗവാൻ ഇഷ്ടമാണ്. പാർവ്വദേവിക്ക് വെൺവിളക്ക് ചെയ്യുന്ന ഭഗവാൻ ഇഷ്ടമാണ്. ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട് ഭഗവാന്റെ പ്രീതി പെട്ടെന്ന് കിട്ടുന്നത്. അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഈ കദളിപ്പഴത്തിൻ്റെ കൂട്ടത്തിൽ അതുകൂടെ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ അന്ന് ചെയ്യണമെന്നല്ല, ചെയ്യാതിരിക്കുക, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ശിവഭഗവാൻ ഈ പാൽപ്പായസം ചെയ്താൽ എപ്പോഴും മുൻജന്മ കർമ്മദോഷം മാറും കേട്ടോ. കരിക്കഭിഷേകം ചെയ്താലും മുൻജന്മ കർമ്മദോഷം മാറും. പിതൃപ്രീതി ഉണ്ടാവും, പെട്ടെന്ന് പിതൃപ്രീതി ഉണ്ടാവും.
അപ്പം നമ്മൾ ഏത് ക്ഷേത്രത്തിൽ ചെന്ന് വഴിപാട് ചെയ്താലും നമ്മൾ അവിടെ സമർപ്പിക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ എനിക്ക് വേണമെന്ന് പറഞ്ഞ് മേടിച്ചെടുക്കാൻ പറ്റത്തില്ല. ഒരു 7 വെള്ളിയാഴ്ച പോയി ചെയ്യുന്നു, 7 വെള്ളിയാഴ്ച ചെയ്ത് കഴിഞ്ഞാൽ കാര്യം നടക്കും, ഇതൊന്നും പറയാൻ നമ്മൾ ആളല്ല. ആവർത്തിക്കുക എന്നുള്ളതേ ഉള്ളൂ. അവിടെ ചെന്ന് സമർപ്പിക്കുക, ബാക്കിയെല്ലാം ഭഗവാന്റെ ഇഷ്ടം. ചിലപ്പോൾ ഭഗവാന് തോന്നുക അന്ന് തന്നെ അനുഗ്രഹിക്കാൻ തോന്നിയാൽ അന്ന് തന്നെ അനുഗ്രഹിക്കും. ചിലപ്പോൾ 7 വെള്ളിയാഴ്ച അല്ല, ചിലപ്പോൾ 10 വെള്ളിയാഴ്ച കഴിഞ്ഞായിരിക്കും അനുഗ്രഹിക്കണമെന്ന് ഭഗവാന് തോന്നുന്നത് ആ വ്യക്തിയെ. അപ്പൊ ഇവിടെ ആ ദേവതയാണ് തീരുമാനിക്കുന്നത്, അല്ലാതെ 7 വെള്ളിയാഴ്ച എന്ന് കണക്കിടാൻ നമ്മളാരും ആളല്ല. മനസ്സിലായത്? നമുക്ക് അതിനുള്ള കഴിവോ അറിവോ ഇല്ല. നമ്മൾ അമ്പലത്തിൽ പോയി ആവർത്തിക്കുക എന്നുള്ളതാണ്. ചിലർ എന്നോട് എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ്, സാറേ എത്ര വെള്ളിയാഴ്ച ചെയ്യണം? ഞാൻ പറഞ്ഞു, കണക്ക് പറഞ്ഞു തരാൻ ഞാൻ ആളല്ല. ആ ദേവതയാ തീരുമാനിക്കുന്നത് എപ്പോഴും അനുഗ്രഹിക്കണമെന്ന്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആവർത്തിക്കുക, ഭഗവാനിൽ സമർപ്പിക്കുക, വേറെ ഒന്നും ചെയ്യാനില്ല, പിടിച്ചു മേടിക്കാൻ പറ്റത്തില്ല. 7 വെള്ളിയാഴ്ച കഴിയുമ്പോൾ എനിക്ക് തരാമെന്ന് അവിടെ അമ്പലത്തിൽ പറയാൻ പറ്റുമോ ദേവതയോട്? അങ്ങനെയൊന്നും മേടിക്കാൻ പറ്റുന്നതല്ല ഈശ്വരീയമായ കാര്യങ്ങൾ. അതുകൊണ്ട് ഞാൻ കണക്കിടാൻ ആളല്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആവർത്തിക്കണം, അവിടെ സമർപ്പിക്കുക, ബാക്കിയെല്ലാം ഭഗവാന്റെ ഇഷ്ടം അല്ലെ ഭഗവതി ഇഷ്ടം. അങ്ങനെയുള്ളവരെ ചിലപ്പോൾ അപ്പം തന്നെ അനുഗ്രഹിക്കും. ഈ കണക്ക് പറയുമ്പോഴാണ്, അല്ലെ കണക്ക് ഇങ്ങനെ പറയുമ്പോഴാണ് അങ്ങനെയുള്ളവരെ ചിലപ്പോൾ ഇട്ട് നടത്തിക്കും. അവനെ കണക്ക് ശരിക്കും പഠിപ്പിക്കും. അതാണ് ചിലപ്പം പലപ്പോഴും കൃഷ്ണൻ ചെയ്യുന്നത്. ഭഗവാൻ പെട്ടെന്നൊന്നും അനുഗ്രഹിക്കത്തില്ല, കുറച്ചിട്ട് നടത്തിക്കും. കാരണം ഈ വരുന്ന ഭക്തന് ഇപ്പം ഇത്ര കണക്കിലോ, ഞാനിപ്പോൾ ഏഴ് വ്യാഴാഴ്ചയായി, ഇതൊക്കെ ആയിരിക്കും എൻ്റെ മനസ്സിൽ കിടക്കുന്നത്. അല്ല ഞാനിപ്പോൾ 8 വ്യാഴാഴ്ച ആയുള്ളൂ എന്നൊക്കെ ആയിരിക്കും കണക്ക്. ഭഗവാൻ വിചാരിക്കും ഇച്ചിരി നടക്കട്ടെ, പക്ഷെ അനുഗ്രഹിക്കും, ഇച്ചിരി നടത്തിക്കും. ഈ കണക്കില്ലാതെ ചെയ്യുന്ന ഭഗവാനെ ഞാൻ സമർപ്പിക്കുന്നു, അല്ല അവിടുത്തെ ഇഷ്ടമെന്ന് പറയുന്നത് ചിലപ്പോൾ അപ്പോഴേ അനുഗ്രഹിച്ചുകൂടും. അതാ ചിലർക്ക് വഴിപാട് പെട്ടെന്ന് ഫലം കിട്ടും, ചിലർക്ക് പെട്ടെന്ന് ഫലം കിട്ടത്തില്ല. അതിൻ്റെ കാര്യത അവനവൻ്റെ കയ്യിരിപ്പൂടാ, അവനവൻ്റെ മനസ്സിലെ ചിന്തയും കൂടെ അതിന് കാര്യം. ഭഗവാനെ നമുക്ക് അവിടെ ഒന്നും പറയാനില്ല. ഭഗവാനെ എൻ്റെ പ്രശ്നങ്ങൾ എന്നതാ, ആ ഭഗവാനെ പാദത്തിൽ സമർപ്പിക്കുക, ബാക്കിയെല്ലാം അവിടുത്തെ ഇഷ്ടം. എനിക്കിപ്പം ഉടനെ ഇന്ന് തന്നെ വേണം, അല്ലെ അടുത്ത വ്യാഴാഴ്ച വേണം, ഇതൊന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ആർക്കും കണക്കിട്ട് കൊടുക്കാറില്ല. 7 വ്യാഴാഴ്ച കണക്കിടാൻ ഞാൻ ആളുമല്ല, എനിക്ക് അതിനുള്ള കഴിവുമില്ല, അതിനുള്ള ജ്ഞാനവും ഇല്ല. മനസ്സിലായില്ലേ? ഈ സത്യജ്ഞാനമാണ് പറഞ്ഞു തരുന്നത്, സത്യവിദ്യ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പൊ ഈ ജൂലൈ 29 ഗുരുക്കന്മാരുടെ അനുഗ്രഹം കിട്ടുന്ന ഏറ്റവും നല്ല ദിവസമാണ്. അന്നേ ദിവസം ഗുരുചരണം ശരണം പറ്റുന്നിടത്തോളം മനസ്സിൽ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ജപിക്കുക. ഗുരുക്കന്മാരുടെ അനുഗ്രഹം കിട്ടും. പിന്നെ മറ്റുള്ളവർക്ക് പറ്റുന്ന നല്ല അറിവുകൾ പറഞ്ഞു കൊടുക്കണം. അഹങ്കാരം മനസ്സിലുണ്ടാകരുത്. ദാനധർമ്മങ്ങൾ പറ്റുന്ന പോലെ ചെയ്യണം. ശിവക്ഷേത്രത്തിൽ രാവിലെയോ വൈകിട്ടോ പോകാം. 2 പഴുത്ത കദളിപ്പഴം നമ്മൾ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കണം, പച്ചയായിരിക്കരുത്. സാധാരണ അർച്ചനയും കൂടെ കൂട്ടിപ്പിടിച്ച് നടക്കി വെക്കാം. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും, സംശയം വേണ്ട. ഈ മുരുകന്റെ അമ്പലത്തിലും പോകാം. മുരുകനും പരമഗുരു തന്നെയാണ്. മുരുകൻ പരമഗുരുവാണ്, അഗസ്ത്യർക്കും ഗുരുവാണ്. മുരുകൻ ഇല്ലാതെ ഒരു വിദ്യയില്ല, ഒരു അറിവില്ല, ഒരു ജ്ഞാനമില്ല. ശിവൻ തന്നെയാണ് മുരുകൻ, പാർവതീദേവി തന്നെയാണ് മുരുകൻ. ഓം ശരവണ ഭവ ജപിച്ച് ഭഗവാൻ 21 നാരങ്ങ തട്ടത്തിൽ വെച്ച് സമർപ്പിക്കാൻ രാവിലെ വൈകിട്ടോ. ഭഗവാൻ അനുഗ്രഹിച്ചാൽ എല്ലാം ശിവനും ഭഗവാനും എല്ലാം ഒന്ന് തന്നെയാണ്. ശിവൻ തന്നെയാണ് മുരുകൻ, ശിവന്റെ ഊർജം തന്നെയാണ്. മുരുകക്ഷേത്രത്തിൽ പോവാം. നിങ്ങളുടെ അടുത്ത് മുരുകക്ഷേത്രമാണെങ്കിൽ മുരുകക്ഷേത്രത്തിൽ പോവാം, അടുത്ത് ശിവക്ഷേത്രമാണെങ്കിൽ ശിവക്ഷേത്രത്തിൽ പോവാം, പിന്നെ അടുത്ത് ഭദ്രകാളി ക്ഷേത്രമാണെങ്കിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോവാം. അമ്മയ്ക്ക് നിങ്ങൾ കടുംബായുസും നാരങ്ങാമാലയും ഇല്ലെങ്കിൽ ഭാഗ്യസുപ്ത പുഷ്പാഞ്ജലിയും ചെമ്പരത്തിമാലയോ അല്ലെ ചുവന്ന പൂക്കൾക്കുള്ള മാലയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തും ചെയ്യാം. ഭദ്രകാളിയെ പരമഗുരുവായി സങ്കല്പിച്ചു ഗുരുചരണം ശരണം എന്ന് പറയുക. അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകും, അതിന് സംശയമൊന്നുമില്ല. ഇതൊക്കെയാണ് ഒരാളുടെ ജീവിതം മാറ്റുന്ന കാര്യങ്ങൾ. ഇതൊക്കെയാണ് നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എന്തും നമ്മൾ നമ്മുടെ മനസ്സിൽ വിശ്വാസത്തോടെ ചെയ്താൽ അതിനൊരു എഫക്റ്റ് ഉണ്ട്. ഒരു ചെറിയ കാര്യങ്ങൾക്ക് പോലും ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. അത് നമ്മൾ പൂർണ്ണ വിശ്വാസത്തോടെ ചെയ്യുമ്പം ഏതൊരു കാര്യത്തിനും അതിൻ്റെതായ ഒരു പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് വരും. നമ്മൾ പോസിറ്റീവായിട്ട് അത് ചെയ്യുന്ന പൂർണ്ണ വിശ്വാസത്തിലാണെങ്കിൽ നമ്മുടെ മനസ്സിൽ ആശങ്കയുണ്ട്, സംശയമുണ്ട്, മനസ്സ് ചെല്ലുന്ന ആ പ്രവൃത്തി ആ ഒരു കർമ്മത്തിൽ ചെല്ലുന്നില്ലെന്നുണ്ടെങ്കിൽ ഫലവും അതുപോലെ തന്നെ ഇരിക്കും കേട്ടോ. എപ്പോഴും പൂർണ്ണ വിശ്വാസത്തോടെ ഭക്തിയോടും. ഈ വിശ്വാസം ഉണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നതല്ല വിശ്വാസം, പറയാതിരിക്കുന്നതാ വിശ്വാസം. വിശ്വാസമുള്ളവൻ പറയത്തില്ല, സംശയമുള്ളവനാ പറഞ്ഞുകൊണ്ട് നടക്കുന്നു കേട്ടോ. അതെപ്പോഴും ഓർത്തോളുക. എന്നോട് ചിലർ പറയും, സാറേ എനിക്ക് വിശ്വാസമുണ്ട്. അപ്പോഴേ എനിക്ക് മനസ്സിലാവും പുള്ളിക്ക് വിശ്വാസം ഇല്ലെന്ന്. ഞാൻ പറയും ശരി. അപ്പൊ അതിന്റെ അർത്ഥം വിശ്വാസം ഇല്ലെന്ന്. ചിലർ എന്നോട് പറയും, സാറേ ഞാൻ അവിടെ പോയി ആ വഴിപാട് ചെയ്തു, ഈ വഴിപാട് പോയി ചെയ്തു, എനിക്ക് മനസ്സിലായി വിശ്വാസം ഇല്ലാത്ത. ഇവര് കുറെ ചെയ്യേണ്ടി വരുമെന്ന് എനിക്ക് മനസ്സിലാവും. കാരണം വിശ്വാസമുള്ളവന് പറയേണ്ട കാര്യമില്ല. എന്തിനാ പറയുന്നത്? ബോധ്യപ്പെടുത്തുക. ആരെ ബോധ്യപ്പെടുത്തുന്നത്?
നമ്മൾ അവിടെ ഭഗവാന് സമർപ്പിച്ചാൽ മതി. വിശ്വാസമില്ലാത്തവരാണ് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലാവും ഇവർക്ക് വിശ്വാസത്തിന്റെ കുറവുണ്ട്, ഇവർക്ക് ഫലം കിട്ടാത്തതെന്ന് എനിക്ക് മനസ്സിലാവും. അപ്പൊ ഞാൻ പറയും വിശ്വാസത്തോടെ ചെയ്യാൻ പറയും. അങ്ങനെ ചെയ്യുന്നവർക്ക് അതിന്റെ ഗുണം ഉണ്ടായിട്ടുള്ളൂ. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം. ഓം നർപ്പവി നർപ്പവി നർപ്പവി.